السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുർറാഹിമായ അള്ളാഹു അവന്റെ ഇഷ്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും അവന്റെ നല്ല ജനങ്ങൾക്ക് നൽകുന്ന നല്ല പ്രതിഫലം സാധുക്കളായ നമുക്ക് ഇഹത്തിലും പരത്തിലും നൽകുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ബനൂ ഇസ്രായേലിന്റെ വിവിധ ഘട്ടങ്ങളെയാണ് പറഞ്ഞു വരുന്നത്. സയഖൂലു എന്ന ആ ആയത്ത് തുടങ്ങുന്നത് വരെ അതിന്റെ തുടർച്ചയുമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസ്വാറാ വസ്സാബിഈൻ من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഇന്നല്ലദീന തീർച്ചയായും ഒരു വിഭാഗം, ആമനു അവർ വിശ്വസിച്ചു, അങ്ങനെയുള്ളവർ. അപ്പൊ യഥാർത്ഥ വിശ്വാസികൾ. വല്ലദീന ഹാദു ജൂതമതം സ്വീകരിച്ചവരായ വിഭാഗം, വന്നസാറ നസാറാക്കളായ വിഭാഗവും, വസ്വാബിഈന ജൂതന്മാരിലെ ഉപവിഭാഗമായ സ്വാബികൾ എന്നൊരു വിഭാഗമുണ്ട്. അത് ജൂതന്മാര് എന്നവരിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവരെ വേർപെട്ടുകൊണ്ട് പറഞ്ഞതാണ്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ഇവർ ആരാവട്ടെ അവരൊക്കെ അള്ളാഹുവെ കൊണ്ടും യൗമുൽ ആഖിർ അവസാന നാളുകൊണ്ടും വിശ്വസിച്ചാൽ, വഅമില സാലിഹൻ നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫലഹും അവർക്കുണ്ട്, അജുർഹും അവർക്ക് അർഹതപ്പെട്ട പ്രതിഫലമുണ്ട്, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം ഇനി അവരുടെ മേൽ യാതൊരു പേടിയുമില്ല, ഈ കിട്ടിയ പ്രതിഫലം നീങ്ങിപ്പോകുമോ എന്നൊരു ഭയം ഭാവിയെക്കുറിച്ച് അവർക്കുണ്ടാകേണ്ടതില്ല. വലാഹും യഹ്സനൂന പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കാലം നഷ്ടപ്പെട്ടല്ലോ, അതിൽ അവർക്ക് ദുഃഖവുമില്ല. കാരണം അത്ര ലാഭമാണ്, സന്തോഷമാണ് ഇപ്പോൾ അവരുടെ കാര്യത്തിലുള്ളത്. അപ്പോ നേരത്തെ ജൂതമതം വിശ്വസിച്ച് വന്നവരും അല്ലെങ്കിൽ നസാറ മതത്തിലുള്ളവരും സ്വാബികൾ ഇവരൊക്കെ രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥ വിശ്വാസിയാവണം. അള്ളാഹുവെ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹുവെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടു. മലക്കുകളെ കൊണ്ട് വിശ്വസിക്കലും, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കലും, അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിക്കുക അതിൽ പെടുമ്പോൾ ആ ആള് ഇക്കാലത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി കൊണ്ടുവന്ന ആ ശരീഅത്തിൽ സ്ഥാനം പിടിക്കണമെന്ന് വന്നു. അതാണ് മൻ ആമന ബില്ലാഹി എന്നതിന്റെ. വൽ യൗമിൽ ആഖിരി അവസാന നാൾ കൊണ്ടും വിശ്വസിച്ചാൽ, എന്നിട്ടോ അമല സാലിഹൻ നല്ല അമലുകളൊക്കെ ചെയ്തു. വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് കർമ്മവും നന്നാക്കണം. എന്നാൽ അവന് അള്ളാഹുവിന്റെ അടുക്കൽ നല്ല പ്രതിഫലമുണ്ട്. അവന്റെ കാര്യത്തിൽ യാതൊരുവിധ പേടിയോ അവന്റെ മേൽ ദുഃഖിക്കേണ്ടി വരികയോ രണ്ടുമില്ല. ഇത് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഏത് മതക്കാരനാണെങ്കിലും സ്വർഗത്തിൽ കടക്കും എന്ന് ദുരുപയോഗം ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിൽ പറഞ്ഞത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ അവന് പ്രതിഫലമുണ്ട്, അവന് യാതൊരു ഭയമില്ല. ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ നിന്നാൽ പോരാ, മറിച്ച് അള്ളാഹുവെ കൊണ്ട് യൗമുൽ ഖിയാമ കൊണ്ട് വിശ്വസിക്കേണ്ട ക്രമത്തിൽ വിശ്വസിക്കണം. അത് എങ്ങനെ വിശ്വസിക്കണം? അത് അവരുടെ കിതാബിൽ തന്നെ പറയുന്നുണ്ട്. തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും നിർദ്ദേശം അനുസരിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി വന്ന കാലത്ത് നബിയെ കൊണ്ട് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ വിശ്വാസിയായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ അവനും സ്വർഗത്തിന്റെ അർഹനാകുന്നു. അവന്റെ കാര്യത്തിൽ യാതൊരു പേടിയോ ദുഃഖമോ ഇല്ല. ബനൂ ഇസ്രായേലിന്റെ മറ്റൊരു സംഗതി പറയാം. വഇദാ അഖദ്നാ മീസാഖകും വറഫഅനാ ഫൗഖകുമുത് തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. വഇദാ അഖദ്നാ മീസാഖകും നിങ്ങളോടുള്ള കരാറിനെ ഞാൻ, അള്ളാഹു പറയുന്നു, ഞാൻ പിടിച്ച സന്ദർഭത്തെ നിങ്ങൾ സ്മരിക്കണം, ഓർത്തുകൊള്ളണം.
നിങ്ങളെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ജൂതന്മാരോടാണ് സംസാരം. പക്ഷേ അവരുടെ പിതാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മുൻഗാമികളുണ്ടല്ലോ, അവരിൽ നിന്ന് കരാറ് പിടിച്ച സന്ദർഭം. അവർ വളരെ അനുസരണം കുറഞ്ഞവരായിരുന്നു, കരാറൊന്നും സ്വീകരിക്കാൻ തയ്യാറുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് റഫഅന ഫൗഖക്കും, നിങ്ങളുടെ മേൽഭാഗത്ത് നാം ഉയർത്തിപ്പിടിച്ചു തൂറെന്ന തൂരിസീന എന്ന പർവ്വതത്തെ നിങ്ങളുടെ തലക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖുദൂമ ആതൈനാകും ബിഖുവ്വത്തിൻ, നിങ്ങൾക്ക് ഞാൻ നൽകിയ ഈ മഹത്തായ മാർഗം ഇത് വളരെ ശക്തമായ നിലക്ക് നിങ്ങൾ പിടിക്കണം, അല്ലെങ്കിൽ ഈ മല നിങ്ങളുടെ തലയിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കും. ഇത് പറഞ്ഞിട്ടാണ് അവരനുസരിച്ച് കിട്ടിയത്. അപ്പൊ എത്ര അനുസരണക്കുറവുള്ള വിഭാഗമായിരുന്നു അവര്. വദ്കുറു, നിങ്ങൾ സ്മരിക്കണം, മാ ഫീഹി, ആ കിതാബിലുള്ള കാര്യത്തെ നിങ്ങൾ ഓർക്കുകയും എന്നിട്ട് അതനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുകയും വേണം. ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ മുത്തഖീങ്ങളാവണം, സൂക്ഷ്മതയുള്ളവരാവണം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. നിങ്ങളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങളെ നല്ല പ്രതിഫലത്തിന്റെ അഹലുകാരാക്കി തീർക്കുന്നു എന്നുള്ളത്. നിങ്ങളത് സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ നിങ്ങളെ കൊണ്ട് അത് സ്വീകരിപ്പിച്ചു, ഈ മല നിങ്ങളുടെ തലയുടെ മുകളിൽ ഉയർത്തിപ്പിടിച്ചിട്ട്. ഇതും നിങ്ങളുടെ മുൻഗാമികൾക്ക് കഴിഞ്ഞ സംഭവങ്ങളാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് അങ്ങോട്ട് പറയുമ്പോൾ മറുഭാഗത്തിന് യഹൂദർക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് റസൂല് അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണെന്ന് അവർക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. ഇതൊക്കെ ആയിട്ടും അവര് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ഇങ്ങനെ അള്ളാഹു കരാറ് പിടിപ്പിച്ചപ്പോൾ അവരത് സ്വീകരിച്ചു. എന്നിട്ടുണ്ടായത് കേൾക്കണോ, സുമ്മ തവല്ലൈത്തും, പിന്നീട് നിങ്ങൾ പിന്തിരിഞ്ഞു. മിൻ ബാദി ദാലിക്കായി, കരാറ് വളരെ മുറുകെ പിടിക്കാം എന്ന കരാറൊക്കെ ചെയ്ത് സ്വീകരിച്ചതിന് ശേഷമായിട്ട് നിങ്ങൾ ആ കരാറിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്തത്. ഈ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവിടെ നടക്കേണ്ടത് എന്താ? ഈ മല തലക്ക് മുകളിൽ ഉയർത്തിയ അള്ളാഹുവിന് ഇപ്പോഴും അത് തലക്ക് മുകളിൽ ഉയർത്താനും ഇവരെ നശിപ്പിക്കാനൊക്കെ കഴിയില്ലേ? പക്ഷെ അള്ളാഹു അത് ചെയ്തില്ല. ഫലൗല ഫളുലുല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ, റഹ്മത്തുഹു, അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ, അത് ഉണ്ടായി. അതുകൊണ്ടാണ് നിങ്ങളെ ഉടനെ നശിപ്പിക്കാതിരുന്നത്. അത് ഇല്ലായിരുന്നുവെങ്കിൽ ലകുന്തും, നിങ്ങളാകുമായിരുന്നു മിനൽ ഖാസിരീന, എല്ലാം നശിച്ചവരുടെ, എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന് കാരുണ്യമുണ്ടായതുകൊണ്ട്, അള്ളാഹുവിന് ഉദാരത ഉണ്ടായതുകൊണ്ട് നിങ്ങളെ ഉടനെ നശിപ്പിച്ചില്ല. നിങ്ങൾക്ക് ഈ തെറ്റിൽ നിന്ന് പിന്മാറാനും അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി നല്ലവരായി തീരാനുമുള്ള അവസരം അള്ളാഹു നൽകി. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാകുന്നു. ഇനിയും നിങ്ങളുടെ മുൻഗാമികളിൽ നടന്ന ഒരു സംഭവം പറയാം. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. വലഖദ് അലിംതും, അള്ളാഹുവെ തന്നെയാണ് സത്യം, നിങ്ങൾ അറിഞ്ഞ കാര്യമാണ്. അല്ലദീനാഴ്ത്തതോ, പരിധി വിട്ട് കടന്നതായ ഒരു വിഭാഗത്തെ, മീൻകും, നിങ്ങളിൽ നിന്ന് അതിർ ലംഘിച്ചൊരു വിഭാഗത്തെ നിങ്ങൾക്കറിയും. ഫിസ്സബ്തി, ശനിയാഴ്ചയുടെ കാര്യത്തിൽ. ജൂതന്മാർക്ക് ആദരണീയമായ ദിവസമായിരുന്നു ശനിയാഴ്ച. ആ ശനിയാഴ്ച അവർ ഇബാദത്തിനായിട്ട് മാറ്റിവെക്കണമെന്നവർക്ക് നിയമമുണ്ടായിരുന്നു. അവർ ചെയ്തിരുന്ന തൊഴിലുകളൊക്കെ അന്ന് നിർത്തിവെക്കണം. അവരുടെ പ്രധാന തൊഴില് മത്സ്യവേട്ടയായിരുന്നു, മീൻപിടുത്തമായിരുന്നു. അതിന് ശനിയാഴ്ച ആരും പോകരുത് എന്ന് അള്ളാഹു വരെ വിലക്കി. എന്നിട്ടോ അവർ അള്ളാഹുവിന്റെ പരിധി ലംഘിച്ചു, കരാറൊക്കെ കാറ്റിൽ പറത്തി. എന്നിട്ട് അവർ ചില യുക്തികൾ ചെയ്തു. എന്താ? ശനിയാഴ്ച ദിവസം മീൻ പിടിക്കില്ല. മീനിന് വരാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തുറന്നു വെക്കും, ഗേറ്റ് തുറന്നു വെക്കും. അങ്ങനെ മത്സ്യങ്ങളൊക്കെ ഇങ്ങോട്ട് കടന്നുകൂടും. എന്നിട്ട് വാതടക്കും, പിടുത്തം അത് പിറ്റേ ദിവസമായിരിക്കും. ഇങ്ങനെ അള്ളാഹുവിനെ കൊടുക്കുന്ന
അള്ളാഹു ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശനിയാഴ്ച മീൻ പിടിക്കാതെ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാക്കി തീർത്തുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു രംഗം സൃഷ്ടിക്കുക. അവർ അള്ളാഹുവേക്കാൾ വലിയ സമർത്ഥരാണെന്ന് തോന്നിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങൾ. ഇങ്ങനെ അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിച്ചതായി ഭാഗം അവസാനം സംഭവിച്ചത് കേൾക്കണോ? ഫഖുൽനാലഹും, നാം അവരോട് പറഞ്ഞു, കൂനു, നിങ്ങളാകൂ, ഖിർദത്തൻ, കുരങ്ങുകളാകൂ, ഖാസീന, നിങ്ങൾ തന്നെ നിന്ദ്യരായ നിസാരരായ സ്ഥിതിയിൽ. വളരെ നിന്ദ്യര സ്വഭാവമുള്ള ജീവിയാണ് ഈ കുരങ്ങ്. നിനക്കെന്താ, നീ എന്താ കുരങ്ങന്റെ സ്വഭാവം കാണിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ, മർക്കിട മുഷ്ടി കുരങ്ങന്റെ കൈ. ഈ പ്രയോഗമാണ്, നിങ്ങളൊക്കെ കുരങ്ങുകളാകൂ. അങ്ങനെ പറഞ്ഞപ്പോൾ അവരൊക്കെ കുരങ്ങുകളായി തീർന്നു. ഇപ്പോൾ ആ മത്സ്യവേട്ട നടത്തിയ വിഭാഗം, യഥാർത്ഥത്തിൽ അവർ 3 വിഭാഗമായിട്ട് തിരിഞ്ഞിരുന്നു. ഒരു വിഭാഗം ഈ പറഞ്ഞ രൂപത്തിൽ മത്സ്യവേട്ട തുടർന്നുകൊണ്ടിരുന്നു. മറ്റൊരു വിഭാഗം ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു, നിങ്ങൾ ഈ കാര്യം ചെയ്യരുത്, ഇത് വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. വേറൊരു വിഭാഗം അവര് ഗുണത്തിനും നിന്നില്ല, ദോഷത്തിനും നിന്നില്ല, പിടിക്കാൻ പോയില്ല, എന്നാൽ ഇവരെ തടഞ്ഞതോ എതിർത്തതോ ഒന്നുമില്ല. ഇങ്ങനെ 3ആയിട്ട് തിരിഞ്ഞു. ഇതിലെ ഈ മത്സ്യവേട്ടയുമായി ബന്ധപ്പെട്ട വിഭാഗത്തെയാണ് അള്ളാഹു കുരങ്ങുകളായിട്ട് മറിച്ചത്. മറ്റു 2 വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചില്ല. ഒന്നാമത്തെ വിഭാഗം അവര് രക്ഷപ്പെട്ടു. കാരണം അവര് ഇതിൽ നിന്ന് മാറി നിൽക്കുകയും മറ്റുള്ളവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചവരാണ്. ഇവരെ കുരങ്ങുകളായിട്ട് മരിക്കപ്പെട്ടു. അവരിപ്പോൾ കുരങ്ങുകളാകുന്നു. ബനൂ ഇസ്രായേലിൽ നടന്ന ഒരു സംഭവമാണിത്. എന്നിട്ടോ فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. فجعلنا, അള്ളാഹു പറയുന്നു, ഞാനാക്കി, ഈ സംഭവത്തെ നക്കാലൻ, ഒരു നക്കാലാക്കിയിരിക്കുന്നു. നക്കാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന ഒരു ശിക്ഷയാക്കിയിരിക്കുന്നു, മാതൃകാപരമായ ഒരു ശിക്ഷയാക്കിയിരിക്കുന്നു. അള്ളാഹുവോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പഠിപ്പിക്കുന്ന ലിമാ ബൈന യദൈഹ, അതിന്റെ മുന്നിലുള്ളവർക്ക്, അക്കാലത്തുള്ളവർക്ക്, വമാ ഖൽഫഹ, പിന്നീട് വരുന്നവർക്കും. ഏത് കാലത്തും ഇത് ഒരു പിന്തിരിപ്പിക്കുന്നതായിട്ട്, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വരാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് അള്ളാഹു അതിനെ അവശേഷിപ്പിച്ചു. മൗഇളത്തൽ ലിൽ മുത്തഖീന, സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കോ ഇത് നല്ലൊരു മൗഇളത്താണ്. അപ്പോൾ അള്ളാഹു ഈ ജനങ്ങളെ കുരങ്ങുകളാക്കി മറിച്ചത് എല്ലാവർക്കും ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് നീങ്ങരുത്. അങ്ങനെ നീങ്ങിയാൽ ഇതുപോലുള്ള ആപത്തുകൾ ഉണ്ടാകും. ഓർക്കാൻ വേണ്ടിയിട്ടും ഓർത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു അങ്ങനെ ചെയ്തു. അത് എക്കാലത്തേക്കുമുള്ള നിർദ്ദേശമാകുന്നു. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. ഇനി ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ ബഖറ എന്നാണ്. ആ പേര് വെക്കപ്പെട്ട ആ സംഭവത്തിലേക്കുള്ള പ്രവേശനമാണ്. വഇദ് ഖാല മൂസ, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ മറന്നുപോകരുത്. ലി ഖൗമിഹി, തന്റെ ജനതയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഇന്നല്ലാഹ യഅ്മുറുക്കും, തീർച്ച അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തദ്ബഹു ബഖറത്തൻ, നിങ്ങൾ ഒരു പശുവിനെ അറുക്കണമെന്ന് കൽപ്പിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം, ഒരു ധനികനായ ഒരു മനുഷ്യനെ അയാളുടെ സഹോദരപുത്രൻ കൊല ചെയ്തു. സമ്പത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. വലിയ സമ്പന്നനായിരുന്നു. അങ്ങനെ ആ കൊലക്കുറ്റം ഒരു കച്ചവട സംഘത്തിന്റെ തലയിലിട്ടു. ഇവരാണ് കൊലപ്പെടുത്തിയത്, കച്ചവടത്തിലുള്ള അസൂയയാണ് കൊല്ലാൻ കാരണം എന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്തു ഈ ചെയ്ത ആൾ. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് വിവരമറിയിച്ചു, എന്റെ സഹോദരനെ, എന്റെ പിതാവിന്റെ സഹോദരനെ ഇന്ന ആള് കൊന്നിട്ടുണ്ട്, ഇന്ന വിഭാഗം കൊന്നിട്ടുണ്ട്, കച്ചവടക്കാർ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ
ഈ കച്ചവടക്കാരെ കുറിച്ചുള്ള ഈ പരാതി എത്തിയപ്പോൾ അവരെയും ഇയാളെയും വിളിപ്പിച്ചു. ഈ കൊല ചെയ്യപ്പെട്ട ആൾക്കൊരു മകനുണ്ടായിരുന്നു. അവനും പറഞ്ഞു, എന്റെ പിതാവിന്റെ ഘാതകൻ ആരാണെന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. അങ്ങനെ ആ പ്രശ്നത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ഇവരോട് പറഞ്ഞത്, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു അൻ തദ്ബഹു ബഖറത്തൻ, നിങ്ങൾ ഒരു പശുവിനെ അറുക്കണമെന്ന് കൽപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവർ ചോദിച്ചത്, ഞങ്ങളുടെ കേസ് ഞങ്ങളിൽ നിന്നൊരാളെ കൊല ചെയ്യപ്പെട്ടതാണ്. ആ കൊല ചെയ്യപ്പെട്ടതിന് പരിഹാരം പറയുന്നത് അള്ളാഹു ഒരു പശുവിനെ അറുക്കാൻ പറയുന്നു എന്നാണ്. ഖാലു, അവർ ചോദിച്ചു, ആ തത്തഖുദുന, ഞങ്ങളെ നീ ആക്കുകയാണോ, ഹുസുവൻ, പരിഹാസമാക്കുകയാണോ, ഞങ്ങളെ കളിയാക്കുകയാണോ? ഞങ്ങൾ ഈ ചോദിച്ച കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരാതെ പശുവിനെ അറക്കാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കളിയാക്കുകയാണോ? മൂസാ നബിയോട് അവർ ചോദിച്ചു. ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു, അൻ നകൂന മിനൽ ജാഹിലീന, ഈ പരിഹാസം എന്നത് ബുദ്ധിമാന്മാർക്കുള്ളതല്ല, വിവരമില്ലാത്തവർ ചെയ്യുന്ന പണിയാണ്. ഞാൻ ജാഹിലുകളിൽ പെട്ടുപോകലിന് ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു. ജാഹിലുകളുടെ സ്വഭാവമാണ് പരിഹാസം. അതുകൊണ്ട് ഞാൻ പരിഹസിക്കില്ലെന്ന് മാത്രമല്ല, ജാഹിലിന്റെ സ്വഭാവമൊന്നും എനിക്കുണ്ടാകാൻ പാടില്ല. ഞാൻ അള്ളാഹുവോട് അഭയം തേടുകയാണ്. ഞാൻ നിങ്ങളെ പരിഹസിച്ചതല്ല, മറിച്ച് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങളെ ഞാൻ അറിയിച്ചതാകുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിളൻ വലാ ബിക്ർ അവാനും ബൈന ദാലിക ഫഫ്അലൂ മാ തുഅ്മറൂൻ. ഖാലു, അവർ പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക, നിന്റെ റബ്ബിനോട്, മൂസാ നബിയെ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. എന്നാൽ യുബയ്യിൻ ലനാ, ഞങ്ങൾക്ക് അള്ളാഹു വെളിവാക്കി തരും, മാഹിയ, ആ പശുവിന്റെ വിശേഷണം എന്ത് എന്ന്. പശുക്കൾ പല പശുക്കളുമുണ്ടല്ലോ. ഏതെങ്കിലും പശുവിനെ പിടിച്ചറുത്തതിന്റെ ശേഷം അങ്ങനെയല്ല, വേറെ ചില പശുവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഏത് വിധത്തിലുള്ള പശുവാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ അള്ളാഹുവോട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അതിന്റെ വിശദ വിവരമൊന്ന് തരണം. അതനുസരിച്ച് ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു, കാര്യം, യഖൂലു, അള്ളാഹു പറയുന്നു, ഇന്നഹാ ബഖറത്തു, നിങ്ങൾ അറുക്കേണ്ട പശു, ലാ ഫാരിലുൻ, അധികം പ്രായമുള്ളതല്ല, വലാ ബിക്റുൻ, വളരെ പ്രായം കുറഞ്ഞതുമല്ല, ഒരു തള്ളപ്പശുവല്ല, എന്നാൽ ചെറിയ പശുക്കുട്ടിയുമല്ല, അവാനും ബൈന ദാലിക, ഇത് രണ്ടിന്റെയും മധ്യത്തിലാകുന്നു, ഒരു യുവത്വം നിലനിൽക്കുന്നതായ പശുവിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത്. ഫഫ്അലൂ, നിങ്ങൾ പ്രവർത്തിക്കൂ, മാ തുഅ്മറൂന, നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്ന കാര്യം നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫറാ ഫാഖിഉൻ ലൗനുഹാ തസുറുൻ നാളിരീൻ. ഖാലു, ഇത് പറഞ്ഞപ്പോൾ ആ ജനങ്ങൾ മൂസാ നബിയോട് പറഞ്ഞു, ഉദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകൂടി ദുആ ചെയ്യണം, റബ്ബക, നിങ്ങളുടെ റബ്ബിനോട്. എന്നാൽ യുബയ്യിൻ ലനാ, ഞങ്ങൾക്ക് അള്ളാഹു വെളിവാക്കി തരും, ആ ലൗനുഹ, പശുവിന്റെ നിറമെന്ത് എന്ന്, ഏത് വർണ്ണത്തിലുള്ള പശുവിനെയാണ് ഞങ്ങൾ അറുക്കേണ്ടത്. ഇപ്പൊ പ്രായം മനസ്സിലായി. അധികം പ്രായമുള്ളതോ വളരെ പ്രായം കുറഞ്ഞതോ ആകരുത്, ഏകദേശം ഒരു മധ്യത്തിലുള്ളതാവണം. അത് തിരിഞ്ഞു. ഏത് നിറത്തിലുള്ള പശുവാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവോട് നിങ്ങൾ ദുആ ചെയ്തിട്ട് ആ പശുവിന്റെ വർണ്ണം ഏതായിരിക്കണം എന്ന് ഒന്ന് അറിയിച്ചു തരണം. ഇത് പറഞ്ഞപ്പോൾ ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു, തീർച്ചയായും അള്ളാഹു യഖൂല് പറയുന്നു, ഇന്നഹ, നിങ്ങളെ അറുക്കേണ്ട പശു ബഖറത്തുൻ സഫറാവ്, മഞ്ഞവർണ്ണത്തിലുള്ള പശുവാകുന്നു. മഞ്ഞവർണ്ണമാണെന്ന് മാത്രമല്ല, ഫാഖിഉൻ ലൗനുഹ, അതിന്റെ നിറം വളരെ ശക്തിയായ നിറമാകുന്നു, നല്ല വെട്ടിത്തിളങ്ങുന്ന മഞ്ഞ നിറമാകുന്നു. മാത്രമല്ല, തസുറുൻ നാദിരീന, അതിനെ നോക്കുന്നവരെയൊക്കെ അത് വളരെ സന്തോഷിപ്പിക്കും. അങ്ങനെയുള്ള കൗതുകമുള്ള വർണ്ണമുള്ള മഞ്ഞ നിറം, അതും ശക്തമായ മഞ്ഞ നിറഞ്ഞതായ ഒരു പശുവാകുന്നു നിങ്ങൾ അറുക്കേണ്ടത്. മൂസാ നബി അലൈഹിസ്സലാം ആ ജനങ്ങളോട് പറഞ്ഞു.
അങ്ങനെ അവരിങ്ങനെ ലക്ഷ്യത്തിലേക്ക് അടുത്തടുത്ത് വരുന്നു. ആദ്യം വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പശുവിനെ അറുക്കണമെന്ന് പറഞ്ഞു. പരിഹസിക്കുകയാണോ ചോദിച്ചു. പരിഹസിക്കുകയല്ല, ഞാൻ കാര്യം പറയുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ പശുവിന്റെ പ്രായം അത് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ അതിന്റെ വർണ്ണം ചോദിച്ചു, അതും മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോഴും അവരുടെ സംശയം തീർന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ സംശയം, അതിന്റെ മറുപടിയൊക്കെ ഇനി അടുത്ത ആയത്തിൽ വരാൻ പോകുന്നു. അർഹമുർ-റഹീമായ അള്ളാഹു നമ്മെ അവന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഉത്തമരായ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.